ഇന്ന് നമ്മുടെ ഓഫീസിൽ ഒരു കസ്റ്റമർ വന്നിരുന്നു. ഏതാണ്ട് ഒരു 40 വയസ്സോളം പ്രായമുണ്ട്. ആകെ ഡിപ്രസ്ഡ് ആയിട്ടാണ് വന്നത്. നാട്ടിൽ നിന്ന് ഏതാണ്ട് 2 മാസം വിസിറ്റിങ്ങിന് വന്നതാണ്. ഇനി ഒരു 10-15 ദിവസം കൂടെ ബാക്കിയുള്ളൂ. ജോലിയൊന്നും ആയിട്ടില്ല. 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നാട്ടിലിപ്പോൾ ഫാമിലിയായിട്ട് ഒരു കംഫർട്ട് സോണിൽ നിന്ന് നാട്ടിൽ വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വിസിറ്റിങ്ങിന് കയറി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ ഓൾറെഡി ഉണ്ട്. ആളാകെ ഡിപ്രസ്ഡ് ആണ്. കാരണം ജോലിയൊന്നും കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചു പുള്ളിക്ക് എന്താണ് എക്സ്പീരിയൻസ് ഉള്ളതെന്ന് ചോദിച്ചു. എനിക്ക് എക്സ്പീരിയൻസ് ഒരുപാട് വർഷത്തെ ഉണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഹോട്ടലിൽ ഹെൽപ്പറായിട്ടോ അല്ലെങ്കിൽ ക്ലീനിങ് ആയിട്ടോ ആയാലും പോലും ഇല്ല, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സംസാരിച്ച് വന്നപ്പോൾ പുള്ളിക്ക് ഓട്ടോമൊബൈലിൻ്റെ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ പുള്ളി നോക്കുന്നത് അൽഫത്തേം, ടയോട്ട അങ്ങനെയുള്ള വലിയ വലിയ ബ്രാൻഡുകളിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഏജിലും ഈ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് അത്രയും കമ്പനികളിലേക്ക് എളുപ്പത്തിൽ കയറി പറ്റിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ആളുടെ കയ്യിൽ ഒരു 100 ദിർഹംസ് കൊടുത്ത് നിങ്ങളോട് ഒരു ടൂർ പോകാൻ പറഞ്ഞ ആളോട്. അപ്പോൾ ആൾക്കാകെ ദേഷ്യം വന്നു. ഒന്നാമത് വിസിറ്റിംഗ് വിസയിൽ പൈസ ഒന്നും ഇല്ലായിരിക്കുന്ന സമയത്ത് ടൂർ പോകാൻ പറയാമെന്ന്. പക്ഷേ എൻ്റെ ടൂർ പ്ലാൻ കേട്ടപ്പോൾ പുള്ളി ഒന്ന് ഇമ്പ്രസ്ഡ് ആയി. എൻ്റെ ടൂർ പ്ലാൻ ഇങ്ങനെയായിരുന്നു. പുള്ളി താമസിക്കുന്നത് ഷാർജയിലെ അൽമജാസിലാണ്. അപ്പോൾ രാവിലെ അവിടെ നിന്ന് സൂഖ് അൽ ഹറാജ്, ഷാർജയിലെ ഏറ്റവും വലിയ യൂസ്ഡ് കാർ മാർക്കറ്റാണ്, അവിടെ പോവുക. അപ്പോൾ 9 മണിക്ക് പോയാൽ ഒരു 10 മണിയാകുമ്പോഴേക്കും അവിടെ എത്തി ഏതാണ്ട് ഒരു 15-20 ഷോറൂംസ് വിസിറ്റ് ചെയ്യുക, അവിടെയുള്ള ആളുകളെ പരിചയപ്പെടുക, സംസാരിക്കുക. അതിനുശേഷം ഒരു ഉച്ചയാകുമ്പോഴേക്കും നേരെ നമ്മുടെ അലവീർ യൂസ്ഡ് ഓട്ടോ മാർക്കറ്റ് ഉണ്ട് റാസൽ കോറിലേക്ക്, ടാക്സി എടുത്ത് അങ്ങോട്ട് പോവുക. അപ്പോൾ ഈ 2 ടാക്സിക്കും കൂടെ ഏകദേശം ഒരു 100 ദിർഹംസ് വരും. പിന്നെ അവിടുന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ഫുൾ ഡേ ടൂർ പാക്കേജ് ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവേണ്ടത് നിങ്ങളുടെ CV എന്തായാലും കൊണ്ടുപോയിരിക്കണം, ഡ്രസ് കോഡ് പ്രോപ്പർ ആയിരിക്കണം, ആളുകളോട് സംസാരിക്കണം, അവരുടെ നമ്പേഴ്സ് കോൺടാക്ട്സും കളക്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങളൊരു ടൂർ പോകുന്ന ലാഘത്തോടു കൂടി നിങ്ങൾ ജോലി അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും അവിടെ നിന്നൊരു മിനിമം ഒരു 10-15 കോൺടാക്ട്സ് കിട്ടും. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ എവിടെയെങ്കിലും ഒരു ജോലി സെറ്റാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് അല്ലേ. നമ്മളോട് ജസ്റ്റ് ടൂർ പോകാൻ പറഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്. ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ടൂർ പോകാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ടൂർ പോകുന്ന മെൻറ്റാലിറ്റിയോട് കൂടി സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനും ആളുകളെ കാണാനും ഇൻട്രാക്ട് ചെയ്യാനും നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി എളുപ്പത്തിൽ കിട്ടും. എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾക്ക് ഇത് മനസ്സിലാവാതെ ഇപ്പോഴും ഓൺലൈനിലിരുന്ന് റൂമിലിരുന്ന് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഈ ഒരു 100 ദിർഹംസ് നിങ്ങളോട് മുടക്കി ജോലി അന്വേഷിച്ച് പോകാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ടൂർ പോകാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ കൊടുത്ത ആ 100 ദിർഹംസിന് ഒരു പക്ഷേ 10,000-ൻ്റെ ലക്ഷങ്ങളുടെ വാല്യൂ ഉണ്ടാവും. അത് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സാധ്യത തുറന്നിടുകയാണ്. അപ്പോൾ നമ്മുടെ മനോഭാവമാണ് മാറേണ്ടത് ജോലിയോടുള്ള അല്ലേ. അപ്പോൾ റൂമിൽ ഓൺലൈനിലിരുന്ന് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് പകരം സ്ഥലങ്ങൾ കാണാനും പോകാനും ചിലപ്പോൾ ആ 100 ദിർഹംസ് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നതാണ് നമ്മുടെ ജോലിക്കുള്ള സാധ്യതകൾ കൂട്ടുന്നത്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മൾ ഇതുപോലെ ട്രഡീഷണലായി ഓൺലൈനിലിരുന്ന് റൂമിലിരുന്ന് സമയം കളഞ്ഞ് മറ്റുള്ളവരോട് സംസാരിച്ച് ഡിപ്രഷൻ അടിക്കാതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങ്, ആളുകളെ പരിചയപ്പെടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. അതിന് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ നടന്നു. പിന്നെ പ്രവൃത്തിയാണ്.